ഓം ശാന്തി. 24/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ചരട് ഒരു ബാബയുമായി ബന്ധിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കണക്ഷൻ ഒന്നുമായാണ്. ഒന്നിനോട് തന്നെ ബന്ധം നിറവേറ്റണം. ചോദ്യം: സംഗമയുഗത്തിൽ ആത്മാവ് തൻ്റെ ചരട് പരമാത്മാവുമായി യോജിപ്പിക്കുന്നു. ഈ സമ്പ്രദായം അജ്ഞാനത്തിൽ ഏത് രീതിയിലാണ് തുടർന്നു വരുന്നത്? ഉത്തരം: വിവാഹ സമയത്ത് സ്ത്രീയുടെ സാരിത്തുമ്പ് പതിയുമായി ബന്ധിക്കുന്നു. ജീവിതം മുഴുവൻ പതിയുടെ തന്നെ പങ്കാളിയായി കഴിയണം എന്ന് സ്ത്രീ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തൻ്റെ സാരിത്തുമ്പ് ബാബയുമായി യോജിപ്പിച്ചു. നിങ്ങൾക്കറിയാം, നമ്മുടെ പാലന പകുതി കൽപ്പത്തേക്ക് ബാബയിലൂടെ ഉണ്ടാകും. ഗീതം: ജീവിതത്തിൻ്റെ ചരട് നിന്നോടൊപ്പം ബന്ധിച്ചു. ഓം ശാന്തി. നോക്കൂ, ഗീതത്തിൽ പറയുന്നു, ജീവിതത്തിൻ്റെ ചരട് നിന്നോടൊപ്പം ബന്ധിച്ചു എന്ന്. ഒരു കന്യക തൻ്റെ ജീവിതത്തിൻ്റെ ചരട് പതിയോടൊപ്പം ബന്ധിക്കുന്നത് പോലെ ജീവിതം മുഴുവൻ പതിയുടെ തന്നെ പങ്കാളിയായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നു. അയാൾക്ക് തന്നെ പാലിക്കേണ്ടതുണ്ട്. കന്യകയ്ക്ക് പതിയെ പാലിക്കണം എന്നല്ല. അല്ല, ജീവിതം മുഴുവൻ പതിക്ക് പാലിക്കേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങളും ജീവിതത്തിൻ്റെ ചരട് ബന്ധിച്ചിരിക്കുന്നു. പരിധിയില്ലാത്ത പിതാവെന്ന് പറയാം, ടീച്ചർ എന്ന് പറയാം, ഗുരു എന്ന് പറയാം. എന്ത് തന്നെ പറഞ്ഞാലും ഈ ആത്മാക്കളുടെ ജീവിതത്തിൻ്റെ ചരട് പരമാത്മാവുമായി ബന്ധിക്കേണ്ടതാണ്. അതാണ് വിവാഹത്തിൽ ബന്ധിക്കുന്നതാണ് പരിധിയുള്ള സ്ഥൂലമായ കാര്യം. ഇതാണ് സൂക്ഷ്മമായ കാര്യം. കന്യകയുടെ ജീവിതത്തിൻ്റെ ചരട് പതിയുമായി ബന്ധിക്കപ്പെടുന്നു. അവർ പതിയുടെ വീട്ടിലേക്ക് പോകുന്നു. നോക്കൂ, ഓരോ കാര്യവും മനസ്സിലാക്കുവാൻ ബുദ്ധി ആവശ്യമാണ്. കലിയുഗത്തിൽ എല്ലാം ആസുരീയ മതത്തിൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ജീവിതത്തിൻ്റെ ചരട് ഒന്നിനോട് ബന്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണക്ഷൻ ഒന്നുമായാണ്. ഒന്നിനോട് തന്നെ ബന്ധം നിറവേറ്റേണ്ടതുണ്ട്. കാരണം ആ ഒന്നിൽ നിന്നും വളരെ നല്ല സുഖം നമുക്ക് ലഭിക്കുന്നു. ആ ഒന്ന് നമ്മെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടതാണ്. ഇതാണ് ആത്മീയ ചരട്. ആത്മാവ് തന്നെയാണ് ശ്രീമത്ത് എടുക്കുന്നത്. ആസുരീയ മതം എടുക്കുന്നതിലൂടെ താഴെ വീണു. ഇപ്പോൾ ആത്മീയ പിതാവിൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ചരട് പരമാത്മാവുമായി ബന്ധിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒന്നിൽ നിന്നും 21 ജന്മം സദാ സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. അല്പകാലത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരടിലൂടെ താഴെ വീണുകൊണ്ടിരുന്നു. ഇത് 21 ജന്മത്തേക്ക് ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ സമ്പാദ്യം എത്ര ശക്തിശാലിയാണ്. ഇതിൽ അലംഭാവം കാണിക്കരുത്. മായ വളരെയധികം അലംഭാവം കാണിപ്പിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ തീർച്ചയായും ആരുമായോ ജീവിതത്തിൻ്റെ ചരട് ബന്ധിച്ചു. അതിലൂടെയാണ് 21 ജന്മത്തേക്ക് സമ്പത്ത് ലഭിച്ചത്. ആത്മാക്കളായ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരട് പരമാത്മാവുമായി ബന്ധിക്കുന്നു കൽപ്പങ്ങൾ തോറും. അതിന് എണ്ണമില്ല. ബുദ്ധിയിലിരിക്കുന്നുണ്ട് നമ്മൾ ശിവബാബയുടേതായിരിക്കുന്നു. ആ ഒന്നുമായി ജീവിതത്തിൻ്റെ ചരട് ബന്ധിച്ചിരിക്കുകയാണ്.
ഓരോ കാര്യവും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൽപ്പത്തിലും ബന്ധിച്ചിരുന്നു. ഇപ്പോൾ ശിവജയന്തി ആഘോഷിക്കുന്നു. പക്ഷേ ആരുടേതാണ് ആഘോഷിക്കുന്നത് എന്നതറിയുന്നില്ല. ശിവ് ബാബ പതീത പാവനാണ്. ആ ഒന്ന് തീർച്ചയായും സംഗമത്തിൽ തന്നെ വരും. ഇത് നിങ്ങൾക്കറിയാം. ലോകം അറിയുന്നില്ല. അതിനാൽ കോടിയിൽ ചിലർ എന്ന് പാടപ്പെട്ടിരിക്കുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം പ്രായേണ ലോപിച്ചുപോയി. മറ്റെല്ലാ ശാസ്ത്രങ്ങളും കഥകളും എല്ലാമുണ്ട്. ഈ ധർമ്മം തന്നെയില്ല. അപ്പോൾ എങ്ങനെ അറിയാനാണ്? ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ ചരട് ബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാക്കളുടെ ചരട് പരമാത്മാവിൻ്റെ കൂടെ യോജിച്ചു കഴിഞ്ഞു. ഇതിൽ ശരീരത്തിൻ്റെ ഒരു കാര്യവുമില്ല. വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളൂ. ബുദ്ധി കൊണ്ട് ഓർമ്മിക്കണം. ആത്മാക്കളായ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സാരിയുടെ തുമ്പ് ബന്ധിക്കുന്നുവല്ലോ, അത് സ്ഥൂലമായ പല്ലവാണ്. ഇത് പരമാത്മാവുമായി ആത്മാക്കളുടെ യോഗമാണ്. ഭാരതത്തിൽ ശിവജയന്തിയും ആഘോഷിക്കുന്നു. എന്നാൽ ആ ഒന്ന്, അതായത് ശിവൻ എപ്പോഴാണ് വന്നിരുന്നത്, ഇതാർക്കും തന്നെ അറിയില്ല. ശ്രീകൃഷ്ണൻ്റെ ജയന്തി എപ്പോഴാണ്, രാമൻ്റെ ജയന്തി എപ്പോഴാണ്, ഇതറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ ത്രിമൂർത്തി ശിവജയന്തി എന്ന വാക്ക് എഴുതുന്നു. പക്ഷേ ഈ സമയം 3 മൂർത്തികളും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ പറയും ശിവ് ബാബ ബ്രഹ്മാവിലൂടെ സൃഷ്ടി രചിക്കുന്നു എന്ന്. അപ്പോൾ ബ്രഹ്മാവ് സാകാരത്തിൽ തീർച്ചയായും വേണമല്ലോ. ബാക്കി വിഷ്ണുവും ശങ്കറും ഈ സമയം എവിടെയാണ്? നിങ്ങൾ ത്രിമൂർത്തി എന്ന് പറയുന്നല്ലോ. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ത്രിമൂർത്തി എന്നതിൻ്റെ അർത്ഥം തന്നെ ബ്രഹ്മ വിഷ്ണു ശങ്കർ എന്നാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, അത് ഈ സമയം നടക്കുന്നു. വിഷ്ണുവിലൂടെ സത്യയുഗത്തിൽ പാലനയുണ്ടാകും. വിനാശത്തിൻ്റെ കാര്യം അന്തിമത്തിൽ നടക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഒന്ന് തന്നെയാണ്. അവരെല്ലാം വരുന്നത് ധർമ്മം സ്ഥാപിക്കാനാണ്. ഇന്നയാൾ ധർമ്മം സ്ഥാപിച്ചു എന്നും അതിൻ്റെ സംവത്സരം ഇതായിരുന്നു എന്നും ഓരോരുത്തരും അറിയുന്നുണ്ട്. ഇന്ന സമയത്ത് ഇന്ന ധർമ്മം സ്ഥാപിച്ചു എന്ന്. ഭാരതത്തിൻ്റേത് ആർക്കും അറിയില്ല. ഗീതാ ജയന്തി, ശിവജയന്തി എപ്പോഴുണ്ടായി ആർക്കും അറിയില്ല. കൃഷ്ണൻ്റെയും രാധയുടെയും വയസ്സ് 2-3 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ടാകും. സത്യയുഗത്തിൽ തീർച്ചയായും ആദ്യം കൃഷ്ണൻ ജനിച്ചിട്ടുണ്ടാകും, പിന്നീടാണ് രാധ. എന്നാൽ സത്യയുഗം എപ്പോഴായിരുന്നു എന്നത് ആർക്കും അറിയില്ല. നിങ്ങളും മനസ്സിലാക്കുന്നതിന് വളരെയധികം വർഷങ്ങളെടുത്തു. അപ്പോൾ 2 ദിവസം കൊണ്ട് ആര് എത്രത്തോളം മനസ്സിലാക്കുവാനാണ്? ബാബ വളരെ സഹജമായി പറഞ്ഞു തരുന്നു. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. തീർച്ചയായും ആ ഒന്നിൽ നിന്നും സർവർക്കും സമ്പത്ത് ലഭിക്കണമല്ലോ. ഓ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നു. ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രമുണ്ട്. ഇവർ സ്വർഗത്തിൽ രാജ്യം ഭരിച്ചിരുന്നു എന്ന്. അവർക്ക് ഈ സമ്പത്ത് ആരാണ് നൽകിയത്? തീർച്ചയായും സ്വർഗത്തിൻ്റെ രചയിതാവായിരിക്കും നൽകിയിട്ടുണ്ടാവുക. എന്നാൽ എപ്പോൾ, എങ്ങനെ നൽകി, അത് ആർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. എപ്പോഴാണോ സത്യയുഗമായിരുന്നത് അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. സത്യയുഗത്തിൽ നമ്മൾ പവിത്രമായിരുന്നു. കലിയുഗത്തിൽ നമ്മൾ പതീതമാണ്. അപ്പോൾ സംഗമത്തിൽ ജ്ഞാനം നൽകിയിട്ടുണ്ടാകും. സത്യയുഗത്തിലല്ല, അവിടെ പ്രാപ്തിയാണ്. തീർച്ചയായും പൂർവജന്മത്തിൽ ജ്ഞാനം എടുത്തിട്ടുണ്ടാകും. നിങ്ങളും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം,
ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ബാബ തന്നെയാണ് ചെയ്യുക. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലായിരുന്നു. കൃഷ്ണന് ഈ പ്രാപ്തി എവിടെ നിന്ന് ലഭിച്ചു? ലക്ഷ്മി നാരായണൻ തന്നെയാണ് രാധാകൃഷ്ണനായിരുന്നത്. ഇത് ആർക്കും അറിയില്ല. ബാബ പറയുന്നു, ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത് അവർ തന്നെ മനസ്സിലാക്കും. ഇത് തൈ നടുകയാണ്. മോസ്റ്റ് സ്വീറ്റസ്റ്റായ വൃക്ഷത്തിൻ്റെ തൈ നടുന്നു. നിങ്ങൾക്കറിയാം, ഇന്നേക്ക് 5000 വർഷം മുമ്പ് ബാബ വന്ന് മനുഷ്യനെ ദേവതയാക്കിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ബ്രാഹ്മണനാകണം. കുട്ടിക്കരണം മരച്ചിൽ കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുടുമി തീർച്ചയായും വരും. തീർച്ചയായും നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണനായിരിക്കുന്നു. യജ്ഞത്തിൽ തീർച്ചയായും ബ്രാഹ്മണർ ആവശ്യമാണ്. ഇത് ശിവന്റെ അഥവാ രുദ്രന്റെ യജ്ഞമാണ്. രുദ്രജ്ഞാന യജ്ഞം എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ യജ്ഞം രചിച്ചിട്ടില്ല. ഈ രുദ്രജ്ഞാന യജ്ഞത്തിലൂടെ വിനാശജ്വാല പ്രജ്വലിതമാകുന്നു. ഈ ശിവ് ബാബയുടെ യജ്ഞം പതീതരെ പാവനമാക്കുവാനാണ്. രുദ്രനായ ശിവ് ബാബ നിരാകാരമാണ്. ആ ഒന്ന് എങ്ങനെ യജ്ഞം രചിക്കും? മനുഷ്യ ശരീരത്തിൽ വരാത്തത് വരെയും മനുഷ്യൻ തന്നെ യജ്ഞം രചിക്കുന്നു. സൂക്ഷ്മവതനത്തിലും മൂലവതനത്തിലും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിക്കുന്നു, ഇത് സംഗമയുഗമാണ്. ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നപ്പോൾ സത്യയുഗമായിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ഇതായിക്കൊണ്ടിരിക്കുന്നു. ആത്മാക്കളുടെ ഈ ജീവിതത്തിൻ്റെ ചരട് പരമാത്മാവിൻ്റെ കൂടെയാണ്. ഈ ചരട് എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത്? സദാ സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നതിനായി. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിലൂടെ നമ്മൾ ഈ ലക്ഷ്മി നാരായണനാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെയാണ് ദേവീ ദേവതാ ധർമ്മത്തിലേത് ആയിരുന്നത്. നിങ്ങളുടെ രാജ്യമായിരുന്നു. പിന്നീട് നിങ്ങൾ പുനർജന്മം എടുത്തെടുത്ത് ക്ഷത്രിയ ധർമ്മത്തിൽ വന്നു. സൂര്യവംശി രാജധാനി നടന്നു. പിന്നെ ചന്ദ്രവംശി വന്നു. നിങ്ങൾക്കറിയാം നമ്മൾ ഈ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്. ഇത്ര ജന്മമെടുത്തു. ഭഗവാൻ ഉവാച, ഹേ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഞാൻ അറിയുന്നു. ഇപ്പോൾ ഈ സമയം ഈ ശരീരത്തിൽ 2 മൂർത്തികളുണ്ട്. ബ്രഹ്മാവിൻ്റെ ആത്മാവും ശിവപരമാത്മാവും. ഈ സമയം 2 മൂർത്തികൾ ഒരുമിച്ചാണ്, ബ്രഹ്മാവും ശിവനും. ശങ്കർ ഒരിക്കലും പാർട്ടിൽ വരുന്നില്ല. ബാക്കി വിഷ്ണു സത്യയുഗത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ തന്നെ ദേവതയാകും. ഹംസോ എന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഇതാണ്. അവർ പറയുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, പരമാത്മാവ് തന്നെയാണ് ആത്മാവ് എന്ന്. എത്ര വ്യത്യാസമുണ്ട്! രാവണൻ വരുന്നതിലൂടെ തന്നെയാണ് രാവണന്റെ മതം ആരംഭിച്ചത്. സത്യയുഗത്തിൽ ഈ ജ്ഞാനം തന്നെ പ്രായേണ ലോപിച്ചു പോകുന്നു. ഈ സംഭവിക്കുന്നതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. അതിനാലാണ് ബാബ വന്ന് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ സംഗമമാണ്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വന്ന് നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. ജ്ഞാന യജ്ഞം രചിക്കുന്നു. ബാക്കി എന്തെല്ലാമുണ്ടോ അവ ഈ യജ്ഞത്തിൽ സ്വാഹയാകാൻ പോകുന്നു. ഈ വിനാശ ജ്വാല ഈ യജ്ഞത്തിലൂടെ പ്രജ്വലിതമാകേണ്ടതുണ്ട്. പതീത ലോകത്തിൻ്റെ വിനാശമുണ്ടാകണം. ഇല്ലെങ്കിൽ പാവന ലോകം എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ പറയുന്നുമുണ്ട്, ഹേ പതീത പാവന വരൂ. അപ്പോൾ പതീത ലോകവും പാവന ലോകവും ഒരുമിച്ചുണ്ടായിരിക്കുമോ? പതീത ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. ഇതിൽ സന്തോഷമുണ്ടാകേണ്ടതാണ്. മഹാഭാരതത്തിൻ്റെ യുദ്ധവും നടന്നിരുന്നു. അതിലൂടെ സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നു. പറയുന്നു, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്.
ഇത് നല്ലതാണ്. പതീത ലോകം ഇല്ലാതാകും. ശാന്തിക്കു വേണ്ടി തലയിട്ടടിക്കേണ്ട ആവശ്യമെന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൂന്നാമത്തെ നേത്രം ആർക്കും തന്നെയില്ല. കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും വീണ്ടും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ നമ്മൾ അനേകം തവണ അങ്ങിൽ നിന്നും സമ്പത്ത് എടുത്തു. രാവണൻ പിന്നെ ശാപം നൽകി. ഈ കാര്യങ്ങൾ ഓർമ്മിക്കുന്നത് സഹജമാണ്. ബാക്കിയെല്ലാം കെട്ടുകഥകളാണ്. നിങ്ങളെ ഇത്രയും ധനികരാക്കി, പിന്നെ എന്തുകൊണ്ട് ദരിദ്രമായി? ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഭക്തിയോട് വൈരാഗ്യം, അതായത് വിരക്തി ഉണ്ടാകുന്നത് ജ്ഞാനം ലഭിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു, അപ്പോൾ ഭക്തിയോട് വൈരാഗ്യമുണ്ടായി. മുഴുവൻ പഴയ ലോകത്തോടും വൈരാഗ്യം. ഇത് ശ്മശാനമാണ്. 84 ജന്മത്തിൻ്റെ ചക്രം കറങ്ങി. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും. വികർമ്മം വിനാശമാകും. മറ്റൊരു ഉപായവുമില്ല. യോഗ അഗ്നിയിലൂടെ പാപം ഭസ്മമാകും. ഗംഗാ സ്നാനത്തിലൂടെ ആവുകയില്ല. ബാബ പറയുന്നു, മായ നിങ്ങളെ ഫൂൾ, അതായത് വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ ഫൂൾ എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ നിങ്ങളെ ലക്ഷ്മി നാരായണനെ പോലെ ആക്കാൻ വന്നിരിക്കുന്നു. ചിത്രങ്ങൾ വളരെ നല്ലതാണ്. ഇന്ന് നമ്മൾ എന്താണ്, നാളെ നമ്മൾ എന്താകും? എന്നാൽ മായ നിസ്സാരമല്ല. മായ ചരട് ബന്ധിക്കുവാൻ അനുവദിക്കുന്നില്ല. വലിവുണ്ടാകുന്നു. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു. പിന്നെ എന്താണ് നടക്കുന്നത് എന്നറിയില്ല, മറന്നു പോകുന്നു. ഇതിൽ പ്രയത്നമുണ്ട്. അതിനാൽ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രശസ്തമാണ്. അവർക്ക് സമ്പത്ത് ആരാണ് നൽകിയത്? ഇതാരും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് വീണ്ടും സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു. ഇത് ബാബയുടെ കാര്യമാണ്. ഈ സമയം എല്ലാവരും നരകവാസിയാണ്. നിങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും വരികയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ സന്തോഷമുണ്ടാകും. തീർച്ചയായും ശരിയാണ്. 84 ജന്മങ്ങളുടെ കണക്കാണ്. ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ബാബയ്ക്കറിയാം, പകുതി കൽപ്പം ഭക്തി ചെയ്ത് നിങ്ങൾ ക്ഷീണിച്ചു പോയി. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങളുടെ എല്ലാ ക്ഷീണവും ദൂരെയാക്കും. ഇപ്പോൾ ഭക്തി അന്ധകാരത്തിൻ്റെ മാർഗം പൂർത്തിയാകുന്നു. ഈ ദുഃഖധാമം എവിടെ? ആ സുഖധാമം എവിടെ? ഞാൻ ദുഃഖധാമത്തെ സുഖധാമമാക്കുന്നതിന് കൽപ്പത്തിൻ്റെ സംഗമത്തിൽ വരുന്നു. ബാബയുടെ പരിചയം നൽകണം. ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നവനാണ്. ഒന്നിൻ്റെ തന്നെ മഹിമയാണ്. ശിവബാബ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ആര് പാവനമാക്കുമായിരുന്നു? ഡ്രാമയിൽ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ എന്ന്. ശിവന്റെ ജയന്തിയുണ്ട്. ബ്രഹ്മാവ് സ്വർഗം സ്ഥാപിച്ചു എന്ന് പറയുന്നു. പിന്നെ ശിവൻ എന്താണ് ചെയ്തത്? ശിവജയന്തി ആഘോഷിക്കുവാനായി ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ജ്ഞാനം പൂർണ്ണമായും ഇരിക്കേണ്ടതാണ്. ചരട് ഒന്നിനോട് ബന്ധിക്കണം, പിന്നെ മറ്റാരോടും ബന്ധിക്കരുത്, ഇല്ലെങ്കിൽ വീണുപോകും. പാരലൗകിക ബാബ മോസ്റ്റ് സിമ്പിളാണ്. ഒരു പുറംമോടിയുമില്ല. ആ പിതാവാണെങ്കിൽ വാഹനത്തിലും എയ്റോപ്ലെയിനിലും കറങ്ങുന്നു. ഈ പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഞാൻ പതീത ലോകത്തിൽ, പതീത ശരീരത്തിൽ കുട്ടികളുടെ സേവനത്തിനായി വന്നിരിക്കുന്നു. നിങ്ങൾ വിളിച്ചു, ഹേ അവിനാശി സർജൻ വരൂ, വന്ന് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കൂ. ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, യോഗം വയ്ക്കൂ.
എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. ബാബ തന്നെയാണ് 63 ജന്മങ്ങളുടെ ദുഃഖം ഹരിക്കുന്നത്, 21 ജന്മങ്ങളിലേക്ക് സുഖം നൽകുന്നവൻ. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ബുദ്ധിയുടെ ആത്മീയ ചരട് ഒരു ബാബയുമായി ബന്ധിക്കണം. ഒന്നിൻ്റെ തന്നെ ശ്രീമത് അനുസരിച്ച് നടക്കണം. നമ്മൾ മോസ്റ്റ് സ്വീറ്റസ്റ്റായ വൃക്ഷത്തിൻ്റെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ ആദ്യം സ്വയം തന്നെ വളരെ വളരെ സ്വീറ്റാക്കണം. ഓർമ്മയുടെ യാത്രയിൽ തൽപരരായിരുന്ന് വികർമ്മം വിനാശമാക്കണം. വരദാനം: മനന ശക്തിയിലൂടെ ഓരോ പോയിന്റിൻ്റെയും അനുഭവിയാകുന്ന സദാ ശക്തിശാലിയും മായാപ്രൂഫും വിഘ്നപ്രൂഫുമായി ഭവിക്കട്ടെ. ഇതുപോലെ ശരീരത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ദഹനശക്തി അഥവാ ദഹിപ്പിക്കുന്നതിനുള്ള ശക്തി ആവശ്യമാണ്. ഇതേപോലെ ആത്മാവിനെ ശക്തിശാലി ആക്കുന്നതിനായി മനനശക്തി ആവശ്യമാണ്. മനനശക്തിയിലൂടെ അനുഭവ സ്വരൂപമാകണം. ഇതുതന്നെയാണ് ഏറ്റവും വലുതിലും വലിയ ശക്തി. ഇങ്ങനെയുള്ള അനുഭവികൾ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല. കേട്ട കേൾവിയുടെ കാര്യങ്ങളിൽ വിചലിതമാവുകയില്ല. അനുഭവി സദാ സമ്പന്നം ആയിരിക്കുന്നു. അവർ സദാ ശക്തിശാലിയും മായാപ്രൂഫും വിഘ്നപ്രൂഫും ആകുന്നു. സ്ലോഗൻ: സന്തോഷത്തിൻ്റെ ഖജനാവ് സദാ കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ മറ്റെല്ലാ ഖജനാവുകളും സ്വതവേ വന്നു ചേരും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നമാകൂ. സഫലതാ സമ്പന്നമാകുന്നതിനായി സാധാരണ കാര്യത്തിലിരിക്കുമ്പോഴും ഫരിസ്തയുടെ പെരുമാറ്റ രീതി ഉണ്ടാകണം. എന്തു ചെയ്യട്ടെ? പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളതായിരുന്നു, കാര്യം തന്നെ ഇങ്ങനെയുള്ളതായിരുന്നു, സർക്കംസ്റ്റൻസ് ഇങ്ങനെയായിരുന്നു, സമസ്യ ഇങ്ങനെയുള്ളതായിരുന്നു. അതിനാലാണ് സാധാരണത്വം വന്നത് എന്ന് പറയാതിരിക്കൂ. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും താങ്കളുടെ അലൗകിക സ്വരൂപം ഓരോരുത്തർക്കും അനുഭവപ്പെടണം. എങ്ങനെയുള്ള കാര്യമാണോ അതനുസരിച്ച് തൻ്റെ സ്വരൂപം ഉണ്ടാക്കരുത്. കാര്യങ്ങൾ താങ്കളെ മാറ്റരുത്. അപ്പോൾ എല്ലാവരുടെയും സമീപം വരും. ഏകതയുടെ സംഘടന ശക്തമാവുകയും ചെയ്യും. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം
എനിക്ക് ലഭിക്കുന്നു. സർവ ഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.